ലൈഫ് ഓഫ് കൽപ്പത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ഡിസംബർ വെക്കേഷന് സ്കൂൾ പൂട്ടിയപ്പോൾ സിദ്ധു ശബരിമലയ്ക്ക് മാലിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കന്യാസ്വാമി ആയിട്ടാണ് പോയത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പാലക്കാട് നയാഗ്ര വാട്ടർഫാൾസും പിന്നെ ഫ്ലവർ ഷോ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. 9:30 കഴിഞ്ഞിട്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് പോയത്. അല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് എടുക്കാൻ കൂടി ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 120 രൂപയാണ്. പിന്നെ ഞങ്ങൾ സാധാരണ കാണുന്ന പോലെ നമ്മളെല്ലാ ഈ ഈ ഷോനൊക്കെ വരണ പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്ലവർ വെച്ചതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ ഷൂട്ടിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ DJ അമ്യൂസ്മെൻറ്റ് പാർക്ക്. നല്ല രസമുണ്ടായിരുന്നു. നയാഗ്ര വാട്ടർഫാൾസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ വാട്ടർഫാൾസൊക്കെ ആദ്യമായിട്ടാണ് പാലക്കാട് വരണത്. അത് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആ തണുപ്പും ഈ ലൈറ്റ്സും പാട്ടും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഒരു നമ്മുടെ മലമ്പുഴ ഡാമെന്നൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരണില്ല, അതെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത വെള്ളമായിരുന്നു. സിദ്ധു അപ്പോൾ പാട്ടിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പുറത്ത് വേറൊരു വാട്ടർഫാൾസ് കൂടിയുണ്ട്. അതിലാണ് നമ്മൾക്ക് കുറച്ചും കൂടി അടുത്ത് പോയിട്ട് വെള്ളം നമ്മുടെ മേലെ തെറിക്കും, സ്പ്രേ ചെയ്യണ പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നനയും, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി പോകാൻ നോക്കിയതാണ്. പക്ഷെ കാല് നല്ല വേദനയുണ്ട്, തണുപ്പ് കാരണേ. രാത്രി ആയതുകൊണ്ട് കുറച്ച് തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടല്ലോ, ഈ സമയത്ത് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ശരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർത്താണ് 120-ന്. അതിനുശേഷം പിന്നെ അവിടെ കുറച്ച് അനിമൽസിനെയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അവർ, കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. സൺഡേ ആയതുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ലാസ്റ്റ് ഒരു 10 o'clock ആയി എത്തുമ്പോഴേക്കും. അപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തായാലും നന്നായി. അപ്പം ഞാൻ മേലെ നോക്കിയപ്പോൾ അവിടെ ശരിക്കും ചന്ദ്രനെ, മൂണിനെ കണ്ടു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് കുറഞ്ഞ സ്റ്റാളുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. അവിടെ ടൈറ്റാനിക്കിൻ്റെ മോഡലൊക്കെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെയുള്ള സ്റ്റാളുകളൊക്കെ ഒന്നോടി കണ്ടിട്ട് വന്നു. കാരണം സിദ്ധു അത് വേണം ഇത് വേണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ ഓൾഡ് ടൈപ്പ് മിഠായി ഇല്ലേ, അതിലത്തെ ഒരു 2-3 വാങ്ങിച്ചു. അത്ര തന്നെ വാങ്ങിച്ചുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം തേര് കഴിഞ്ഞിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടില്ല പറഞ്ഞിട്ട് ഒരോട്ടായിരുന്നു അത് കൂടെ. സിദ്ധു പിന്നെ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡേ ചെയ്തില്ല. പിന്നെ ഒന്നാമത് അവന് ചുമയാണ്, പിന്നെ ഐസ്ക്രീമും കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളെപ്പോഴും പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാതെ വരാറേ ഇല്ല. പിന്നെ അവിടെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ 6 ബോൾ 60 രൂപ അങ്ങനെ ഫാമിലി ഗെയിം ചാലഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മളങ്ങനെ ട്രൈ ചെയ്യില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സിദ്ധുവിനെ കാണാനില്ല. നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. പിന്നെ അവിടെ ഒരു കളിയായിരുന്നു. ബാൾ പൂൾ അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ബോളൊക്കെയാണ്. കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ടത് വന്നിട്ട് നമ്മൾക്ക് പേടിപ്പിക്കുന്ന ഹൊറർ തിയേറ്ററില്ലേ, അവിടെ പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരും അത്ര കണ്ട് പേടിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പിന്നെ വെറുതെ ഒരു 100 rupees കളയാൻ വിചാരിച്ചിട്ടാണ് അതൊന്നും പോയില്ല. പിന്നീട് ഇത് കണ്ടു, ഞാൻ ഇതൊന്ന് നോക്കി വെച്ചിട്ടുണ്ട് പോലത്തതില്ലേ, അതിൽ ജയൻ വീല് പിന്നെ കയറിയതാണ്. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇതിൽ കയറി. ഞാനും സിദ്ധു അവൻ്റെ അച്ഛനും കൂടിയാണ് കയറി കേട്ടോ. സിദ്ധുവിന് ഭയങ്കര, അവനങ്ങനെ പേടിയൊന്നുമില്ല, എല്ലാത്തിനും കയറാൻ നല്ല താല്പര്യം, നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ. ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പേടിയായപ്പോൾ ഞാൻ പറഞ്ഞു, ചുറ്റും നോക്കിയാൽ മതി, താഴത്തേക്ക് നോക്കിയാലേ പേടിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല പേടിയാണ്. ഞങ്ങൾ കുറച്ച് സെൻറ്ററായിട്ടായിരുന്നു, കാരണം അത്ര അങ്ങോട്ട് പോവില്ലല്ലോ പറഞ്ഞിട്ട്. പിന്നെ ബാക്കിലിരിക്കുന്നത് നിർത്തടോ എന്ന് പറഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി എണീച്ച് നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ പേടിയാവാൻ തുടങ്ങിയപ്പോൾ അവർ അങ്ങനെ നിർത്തി.
പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാം ഇറങ്ങിയ ഇതിൽ മാത്രമേ നമ്മൾ ട്രൈ ചെയ്തുള്ളൂ. അപ്പോഴേക്കും തന്നെ സമയം 11 മണി ആവാറായി. പിന്നെ നമ്മൾ അപ്പുറത്തെ ഫ്ലവർ ഷോനും കൂടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോയില്ല. അത് അടുത്ത സൺഡേ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ 1155 ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും വീഡിയോസ് കാണണം. ഇനി ലൈഫ് ഓഫ് കൽപ്പാത്തിയിലെ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. പാലക്കാട് വരികയാണെങ്കിൽ ഇതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം കാണേണ്ടതാണ് എല്ലാവരും. നയാഗ്രയിലൊന്നും നമ്മളിപ്പോൾ പോയി കാണാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ജസ്റ്റ് ഇതൊന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ ലൈഫ് ഓഫ് കൽപ്പാത്തി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണം. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.